ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കസാക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ എപ്പിസോഡ് നമ്പർ 4 ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോൾസെ ലേക്കൊക്കെയാണ് കണ്ടത്. ഇനിയിപ്പോ നമ്മൾ ഷാരിയൻ കെനിയാനിലോട്ടാണ് പോകുന്നത്. ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു അൽമാട്ടി. ഷാനിയൻ കനിയാണിലോട്ട് പോകുന്ന വഴിക്കൊക്കെ മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. മഴയില്ലാതെ നല്ല സ്ഥലമൊക്കെ വരുമ്പോ ഞങ്ങൾ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. I don't know what it means, but there's a smile upon your face, and I see something shimmering in your eyes. And they say if you want to glimpse the future, you need space. അപ്പൊ നമ്മള് ഷാരിയൻ കെനിയോൺ അടുത്തെത്താറായി. അപ്പോഴാണ് ആ ലാൻഡ്സ്കേപ്പിനൊക്കെ ഭയങ്കര വ്യത്യാസമാവും. ഒരു ഓറഞ്ചിഷ് ബ്രിക്ക് കളറൊക്കെ ആവും മൗണ്ടൻസും മണ്ണിനാണെങ്കിലും ഒക്കെ. അപ്പൊ അതിനോടടുത്ത് എത്താറായി. അപ്പൊ ദാ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ നമുക്കൊരു ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗൈഡും പിന്നെ ചാനോടെ ഇറങ്ങി ചെന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് വന്നു. ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആണ് കേട്ടോ. ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് ഷാരിയൻ കെനിയോണിന്റെ എൻട്രൻസ്. വണ്ടി പാർക്ക് ചെയ്ത് ഗൈഡ് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ട് വരാൻ പറഞ്ഞു. മഴ പെയ്യുന്നുണ്ടായിരുന്ന ഇടയ്ക്കൊക്കെ നല്ല കാറ്റായിരുന്നു. തണുത്തിട്ട് ഞങ്ങള് കസാഖിസ്ഥാനിൽ പോയിട്ട് ഏറ്റവും തണുപ്പ് ഫീൽ ചെയ്തത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. കാരണം കാറ്റടിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കഴുത്തും മൂക്കും ഒക്കെ ഞങ്ങൾ പൊത്തിയാണ് ഞങ്ങൾ ഈ ഷാരിയൻ കനിയോണിൽ നടന്നത്. മറ്റിടത്തൊക്കെ -1 ഡിഗ്രി 2 ഡിഗ്രിയിലാണെങ്കിൽ അത്രയും കാറ്റില്ലാത്തതുകൊണ്ട് അത്രയും തണുപ്പറിയത്തില്ല. ഇവിടെ നമുക്ക് നല്ല കാറ്റായിരുന്നു കേട്ടോ. കുറച്ചു നേരെ ഞാനും മക്കളും അപ്പയമ്മയൊക്കെ നടന്നുള്ളൂ. ഈ ചായം പക്ഷെ താഴെ കൂടെ ഒക്കെ പോയി കേട്ടോ. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ഇവിടെയൊക്കെ ആയിട്ടൊക്കെ മഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഈ ഷാരിയൻ കെനിയോൺ എന്ന് പറയുന്നത് ഹൈക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ ഷാരിയൻ കെനിയോൺ. കാരണം ഇതിന്റെ ഒരു എൻഡ് പോയിന്റിൽ എത്തണമെങ്കിൽ ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 അവർ 1.5 അവർ വോക്ക് ചെയ്താലേ നമ്മുടെ എൻഡ് പോയിന്റിൽ എത്തത്തുള്ളൂ. ഇവിടെ നമ്മള് കോൾസെ ലേക്കിൽ കണ്ടതുപോലത്തെ വാൻ സർവീസ് ഉണ്ട്. അത് പക്ഷെ 1-2 ഒക്കെ ഉള്ളൂ. അത് പക്ഷെ നമ്മൾ താഴോട്ട് ഇറങ്ങണം. ഒത്തിരി പേര് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നവരുണ്ട് കേട്ടോ. രാത്രിയിൽ ഈ ഹൈക്കിനൊക്കെ വന്നിട്ട് ടെന്റ് അടിച്ചിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരുപാട് വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ തണുത്ത സമയത്തൊന്നും വന്യമൃഗങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ ആളപായം ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഷാരിയൻ റിവർ ആണ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നല്ല റെഡ് കളറിലുള്ള എന്തോ പാറ കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കുന്ന പോലെ എന്താ നമ്മൾ മാസിലൊക്കെ നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടില്ല, അതേ ഒരു ലുക്ക് ആയിരുന്നു കേട്ടോ. ഇൻ റിയൽ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഇത് നമ്മുടെ US-ലുള്ള ഗ്രാൻഡ് കെനിയോണുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു ചുമന്ന പാറ കഷ്ണങ്ങൾക്ക് 12 മില്യൺ ഇയേഴ്സ് ഏജ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ കാണുന്ന വണ്ടിയാണ് ഇവിടുത്തെ ടാക്സി എന്ന് പറയുന്നത്. ബാക്ക് ഓപ്പൺ ആണ്. ചിലവരൊക്കെ അങ്ങോട്ട് നടന്നിട്ട് തിരിച്ച് ആ വണ്ടിയിൽ കയറി വരും. പക്ഷെ അതിനനുസരിച്ച് ടൈമൊക്കെ നോക്കി വേണം താഴോട്ട് ഇറങ്ങാനായിട്ട്. ഇനി കാനിയോണിന്റെ കുറച്ച് കാഴ്ചകൾ കണ്ടു നോക്കൂ. അപ്പൊ താഴോട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല, ചായ മാത്രമേ ഇറങ്ങിയുള്ളൂ. അപ്പം താഴോട്ട് ഇറങ്ങിയപ്പം ചില ഭാഗങ്ങളിലൊക്കെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലത്ത് നല്ല വെളിച്ചമുണ്ട്, ചിലയിടത്ത് മഞ്ഞ് ആണ്, ചിലയിടത്ത് ഒട്ടും വെട്ടമില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം.
ഈ ഹൈക്ക് ചെയ്യുന്നതിനിടയ്ക്കെല്ലാം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് സ്നാക്കൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് എൻഡ് പോയിന്റ്, ഷാരിയൻ റിവർ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ലേക്ക് ആയിരുന്നു കേട്ടോ. ഇതിനിടയ്ക്കൂടെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഷാരിയൻ കെനിയോണിന്ന് തിരിച്ചു പോവാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പൊ കുഞ്ഞുമോൻ ഇങ്ങനെ ബഹിരാകാശത്തൊക്കെ പോകുന്ന പോലെ ഡ്രസ്സൊക്കെ ഇട്ടാണ് കേട്ടോ. നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. തിരിച്ചു പോകുന്ന വഴി നല്ല സ്നോയി മൗണ്ടൻസ് ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് അൾമാട്ടിലോട്ട് പോവാണ്. ഇനി ഞങ്ങൾ ഇന്ന ദിവസം ഈവനിങ് ഞങ്ങൾ വേറൊരു റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പെട്ടെന്ന് കാണിക്കാം, അല്ലെങ്കിൽ ഒത്തിരി ലെന്തിയാവും വീഡിയോ. ഓയി മൊറാഗി മൗണ്ടൻ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 6:30-7 മണി ആയിട്ടുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നു, നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു, ഭയങ്കര ഡാർക്കായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എടുത്ത കുറച്ച് വീഡിയോസ് ഒക്കെ കാണിക്കാം. അപ്പൊ ഞങ്ങൾ ഓയി മൊറാഗി മൗണ്ടൻ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു ട്രീ ഹൗസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലൈഫിൽ ട്രീ ഹൗസിൽ സ്റ്റേ ചെയ്യുന്നത്. അയ്യോ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല കസാഖിസ്ഥാൻ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ. ആ റൂം ടൂറോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ മറന്നുപോയി. എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ആ സമയത്ത് എല്ലാവരും റൂമിൽ റെഡി ആവുമായിരുന്നു. അത് കഴിഞ്ഞ് റെഡിയായി ഇറങ്ങിയിട്ട് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴോ വിട്ടുപോയി കേട്ടോ. റൂം ടൂറും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. ചെറിയ ചെറിയ ക്ലിപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ കാണുന്നതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രീ ഹൗസ് 314. -ഡിഗ്രി ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു, ചുറ്റും മഞ്ഞായിരുന്നു കേട്ടോ. അടിപൊളി റിസോർട്ടാണ് ഇത്. കോൾസേ ലേക്ക് നൊമാഡ് വില്ലേജ് അവിടെ നിന്നതുപോലത്തെ ഒരു കുഞ്ഞു റിസോർട്ടൊന്നും അല്ല. ഇത് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഉള്ളൊരു വലിയ ഹ്യൂജ് റിസോർട്ടാണ് കേട്ടോ. ഒരു ദിവസവും 2 ദിവസമൊന്നും പോരാ. ഞങ്ങൾ എന്തായാലും ഇനി വീണ്ടും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഏത് ക്ലൈമറ്റ് വന്നാലും അടിപൊളിയാണ് കേട്ടോ ഈ റിസോർട്ട്. അപ്പൊ ഈ റിസോർട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ രാവിലെ എണീറ്റപ്പോ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ ഒരു കുഞ്ഞ് അണ്ണാൻ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അണ്ണാനെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല പൂടയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു തണുപ്പല്ലേ, അതുകൊണ്ടായിരിക്കും. നമ്മുടെ ഓപ്പോസിറ്റ് ട്രീ ഹൗസിലും ഒരു തമിഴ് ഫാമിലി ആയിരുന്നു കേട്ടോ. അവരുമായിട്ടും പരിചയപ്പെട്ടു വന്നപ്പോ അവരും ദുബായിൽ നിന്ന് തന്നെ കസാഖിസ്ഥാൻ കാണാൻ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ ട്രീ ഹൗസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിരുന്നു കേട്ടോ. പാവം ഇവിടുത്തെ ഈ റിസോർട്ടിലെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ ലഗേജ് എല്ലാം എടുത്ത് മേളിൽ കൊണ്ട് തന്നതൊക്കെ കേട്ടോ. താഴോട്ട് ഫുൾ ഓരോരോ ട്രീ ഹൗസ് ആണ് കേട്ടോ. സ്നോ ആയിരുന്നു. ഞങ്ങൾ രാത്രി വന്നപ്പോ തന്നെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. ഇനി ഒന്നുകൂടെ സ്നോഫോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ആയിരുന്നു. പക്ഷെ വീണ്ടും സ്നോഫോൾ കാണാൻ പറ്റി. എന്താ പറയാ, ഫുൾ മഞ്ഞിന്റെ നടുക്കാണ് നമ്മള് നിൽക്കുന്നത്. അപ്പൊ ഫുഡും കാര്യങ്ങളും ഡെലിവറി ഒക്കെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ക്രെയിൻ പോലത്തെ സാധനത്തിലാണ് കൊണ്ടുവരും. നമ്മൾ വിളിച്ചു പറയുമ്പോൾ കേട്ടോ, താഴെയാണ് അവരിങ്ങോട്ട് കൊണ്ടുവരും. പക്ഷെ ലഗേജും കാര്യങ്ങളും ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ കൊണ്ടുവരണം. പിന്നെ തിരിച്ചു പോകാൻ നേരത്തും അവര് തന്നെയാണ് നമ്മുടെ ലഗേജ് എല്ലാം ക്യാരി ചെയ്ത് താഴോട്ട് ഇറക്കിയതൊക്കെ കേട്ടോ. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഇവിടെ ട്രീ ഹൗസ് മാത്രമല്ല, സാധാരണ ഹോട്ടൽ റൂംസ് ഉണ്ട്. അല്ലാതെ നമുക്ക് ഒരു ഫുള്ള് ഹൗസ് ആയിട്ടുള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാരായിട്ടൊക്കെ പോകുന്ന ഏക്കർ കണക്കിന് സ്ഥലമാണ്. പക്ഷെ അത്രയൊന്നും വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം കുറേ ഭാഗങ്ങളൊന്നും ഞങ്ങളും കവർ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്യണം. പ്രത്യേകിച്ച് മഞ്ഞൊക്കെ ഉള്ള സമയം, ഈ വിന്റർ ടൈം എന്ന് പറയുമ്പം ഡേ ടൈം ഭയങ്കര കുറവായിരിക്കും. അപ്പം വൈകിട്ടൊരു 7 മണിയൊക്കെ ആയി, ഞങ്ങൾ 6:30-7 മണിയൊക്കെ ആയി ഞങ്ങൾ റിസോർട്ടിൽ ചെന്നപ്പോൾ. അപ്പൊ തന്നെ നല്ല ഇരുട്ടാണ്. പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ നടന്ന് കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിറ്റേന്നും നന്നായി നടന്നും കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്തു. ഞങ്ങൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ ഒത്തിരി ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഒന്നാമത് തണുപ്പാണ്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊന്നും അങ്ങനെയൊന്നും നടക്കാനൊക്കെ, കാരണം ഇവിടെ നല്ല മഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ 1-2 വട്ടം നടക്കുന്ന സമയത്തൊക്കെ സ്ലിപ്പ് ആവുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുമായിരുന്നു. കാരണം നമ്മുടെ പേരൻസും ഉണ്ട്, മക്കളും ഉണ്ട്, എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുമായിരുന്നു. അല്ലാതെ ഒരുപാട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്തില്ല.
അപ്പൊ ഞങ്ങൾ എല്ലാരും റെഡി ആയിട്ട് താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഈ താഴോട്ട് കുത്തനെ സ്റ്റെപ്പാണ്, അപ്പം സൂക്ഷിച്ചാണ് ഇറങ്ങേണ്ടത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ സ്ലിപ്പ് ആവുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മഴയും കൂടെ പെയ്തത് കൊണ്ട്. പിന്നെ താഴെയെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, മക്കൾക്ക് മഞ്ഞിലൊക്കെ കളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ കുറച്ചു നേരം മഞ്ഞിലൊക്കെ കളിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമും ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കണം, അതിനൊക്കെ ആയിട്ട് പോവാണ്. താഴോട്ട് ഇറങ്ങുമ്പോഴത്തേന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. രാത്രിയിൽ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറിയപ്പോൾ നമുക്ക് ചുറ്റും ഇരുട്ടായിരുന്നു, അങ്ങനെ കാണുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്, ചുറ്റും മഞ്ഞാണ്. അൾമാട്ടി സിറ്റിക്കകത്ത് ഇത്രയും മഞ്ഞുള്ള കാര്യം അറിയില്ലായിരുന്നു. ഇത്രയും മഞ്ഞ് കാണുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇത് അൾമാട്ടി സിറ്റിക്കകത്താണ്. സിറ്റിയിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ ഈ റിസോർട്ടിലോട്ട്. അടിപൊളി സ്ഥലമാണ്. I'm here waiting till the fall. We're all fading. ഈ ഒരു റിസോർട്ട് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഏക്കർ കണക്കിന് സ്ഥലത്തായിട്ടാണ് ഈ റിസോർട്ട് കിടക്കുന്നത്. ഇത് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഈ ഒരു റിസോർട്ട് ഇൻ വിന്റർ, ഇൻ ഓട്ടം, ഇൻ സമ്മർ എന്നൊക്കെ അടിച്ച ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഏരിയൽ വ്യൂ ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ പയ്യെ, നല്ല തെന്നലുണ്ട്, മഴയും കൂടെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഞങ്ങൾ താഴോട്ട് നടക്കുവാണ്. താഴോട്ട് നടക്കുന്ന സൈഡ് രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാം. ഈ മാർച്ചിൽ ഞങ്ങൾ പോയിട്ട്, മാർച്ച് അവസാനമാണ് ഞങ്ങൾ പോയത്. മാർച്ച് അവസാനം പോയിട്ട് ഇത്രയും തണുപ്പ്. നിങ്ങൾക്ക് ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലെ കാര്യമൊക്കെ ചിന്തിക്കാമല്ലോ അല്ലെ, ഭയങ്കര തണുപ്പായിരിക്കും. ഈ റിസോർട്ടിൽ പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹൈക്കിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് കേബിൾ കാർ ഉണ്ട്, പിന്നെ സ്കേറ്റ് ബോർഡ് ചെയ്യാൻ ആൾക്കാർ വരുന്നവരുണ്ട് നല്ല വിന്റർ ടൈമിൽ. പിന്നെ ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടെന്നുള്ളവർക്ക് ജസ്റ്റ് വൺ ഡേ പോലെ വന്നിട്ട് പോകാനും പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം. Hi, Where you are? welcome to Kazakhstan. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ട്രീ ഹൗസ് മാത്രമല്ല, സാധാരണ ഹോട്ടൽ റൂംസ് ഉണ്ട്, ഒരു വീട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് റെന്റ് എടുക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസും ഈ റിസോർട്ടിനുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു റിസോർട്ട് എല്ലാ സീസണിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ 1-2 ഫോട്ടോസ് നിങ്ങളെ കാണിക്കാം. ഈ കാണുന്ന ഫോട്ടോസിൽ സമ്മർ, സ്പ്രിംഗിലൊക്കെയുള്ള ലുക്കാണ്. ഇത് ഓട്ടം, പിന്നെ ഈ കാണുന്നത് വിന്റർ സീസണിലുള്ള ലുക്കാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണോ നോക്കിയേ. നമ്മളിപ്പോ ഈ ഒരു മാർച്ചാണ്, അപ്പൊ മാർച്ചൊക്കെ ആകുമ്പോൾ റോഡൊക്കെ ക്ലിയർ ആണ്. ഫുള്ളും സ്നോ അല്ല, എന്നാലും ചുറ്റും സ്നോ ആണ്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. I'm here waiting till the fall. We're all fading after all. In a forest we never seen, we'll be sleeping in. Oh, one day. ഈ ഒരു റിസോർട്ടിൽ ഓരോ വില്ല പോലെ പണിതേക്കുന്നൊക്കെ പലതും പല പല കളറിലാണ് കേട്ടോ. പെയിന്റ് പല കളേഴ്സ് ആണ്. അതൊക്കെ കാണാനായിട്ട് ഭയങ്കര കളർഫുൾ ആയിരുന്നു കേട്ടോ. ഞാനൊന്നും പറയണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. ഇനിയിപ്പോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്താണ് ബ്രേക്ക്ഫാസ്റ്റ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. We're trying to find a cable car. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ കേബിൾ കാറിൽ കയറാൻ പോവാണ്. അപ്പൊ ദാ ആ കാണുന്നതാണ് കേബിൾ കാർ. അപ്പം ഇതിന് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. പുറത്തുനിന്നുള്ളവർക്കും ഞാൻ പറഞ്ഞല്ലോ, റിസോർട്ടിൽ താമസിക്കണമെന്നില്ല, പുറത്തുനിന്നുള്ളവർക്കും ഇവിടെ വന്നിട്ട് കേബിൾ കാറൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ വിന്റർ ടൈമിലാണെങ്കിൽ സ്കേറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇത് ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറാൻ ഞങ്ങൾക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവർ ആൾക്കാർ നിപ്പുണ്ട് അവിടെ, അതുകൊണ്ട് പേടിക്കാനില്ല. ഇവിടെ മൂത്ത മോനാണ് ഇടയ്ക്കിടയ്ക്ക് തക്കം കിട്ടുന്ന സമയത്തൊക്കെ സ്നോ എടുത്ത് വായിലിടുമായിരുന്നു. കാണുമ്പോൾ വേണ്ടെന്ന് പറയും, എന്നാലും ആൾ എക്സൈറ്റ്മെന്റ് കാരണം എടുത്ത് വായിലിടുന്നുണ്ടായിരുന്നു. Hi, is it easy to eat ice or snow? അപ്പൊ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കേബിൾ കാർ വന്നപ്പോ ചാടി പിടിച്ചൊക്കെ കേറി കേട്ടോ.
യേശുവേ ഞങ്ങളങ്ങ് അൽമാട്ടിൽ അൽമാനിക്കുവാണ് ദൈവമേ. കുഴപ്പമില്ല ദൈവമേ, നല്ല ഫ്രീ ആയിട്ട് തൂങ്ങി കിടക്കുന്നുണ്ട്. നല്ല കേബിൾ കാർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങള് അസർബൈജാനിൽ പോയിട്ടുള്ളപ്പോൾ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു സമയം സമ്മർ ടൈമിലാണ് പോയത്. ഫുൾ ഗ്രീനറി ആയിരുന്നു. ഈ മഞ്ഞൊക്കെ കണ്ടുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. ഫുൾ പൈൻ മരങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ കേബിൾ കാർ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. മുകളിലോട്ട് പോകുന്നതോറും ഡിഗ്രി കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഭയങ്കര തണുപ്പായിരുന്നു. ഇത് 3 റൗണ്ട് ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ലെവലേ ആയിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ലെവലും തേർഡ് ലെവലും മുകളിലോട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സെക്കൻഡ് ലെവലും തേർഡ് ലെവലും പോയില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ലെവലിൽ ചെന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഭയങ്കര മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു അന്നേ ദിവസം നല്ല തണുപ്പാണ്. ഞങ്ങളുടെ കൂടെ ഈ കേബിൾ കാർ ഫസ്റ്റ് ലെവലിൽ പോകുന്നവർ ആരും തന്നെ സെക്കൻഡ് ലെവലിൽ പോകുന്നത് ഞങ്ങൾ കണ്ടില്ല. സെക്കൻഡ് ലെവലിലോട്ട് നമുക്ക് കണ്ണ് കാണുന്നേ ഇല്ല. അതുപോലെ മൂടൽമഞ്ഞാണ്. എല്ലാവരും അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും എൻജോയ് ചെയ്തിട്ട് അവിടെ തന്നെ നമുക്ക് റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചിറങ്ങുമായിരുന്നു കേട്ടോ. ഞങ്ങളും റിസ്ക് എടുത്തില്ല കുട്ടികളെ കൊണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞിനെയൊക്കെ നമ്മൾ മടിയിലല്ലേ വെച്ചേക്കുന്നത്. അങ്ങോട്ട് മുന്നോട്ട് പോകുന്നവർ പിന്നെയും കുത്തനെ പോവല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. പക്ഷെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ ഇതാണ് ഫസ്റ്റ് ലെവൽ കേട്ടോ. ആ കാണുന്നതാണ്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ്. അപ്പൊ ഇവിടെ പാട്ടൊക്കെ ഹൈ വോളിയത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ആംബിയൻസ് ആണ്. നല്ല വൈബാണ്. പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് അവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ എന്തുമാത്രം മൂടൽമഞ്ഞാണെന്നുള്ളത്. അടുത്ത ലെവലിലോട്ടുള്ള കേബിൾ കാറോ ലൈനോ ഒന്നും നമുക്ക് കാണുന്നേ ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു മാപ്പും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ഐസൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോസും കുറച്ചൊക്കെ നടന്നു. ഇവിടെ നിന്ന് നമുക്ക് ചില സമയത്ത് ഒത്തിരി സ്പീഡിലൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബ്രീത്തിങ്ങിന് പ്രശ്നമുള്ള പോലെ നമുക്ക് തോന്നും. കാരണം അതുപോലെ നല്ല തണുപ്പായിരുന്നു. നമ്മൾ ഭയങ്കര ഹൈ ആൾട്ടിറ്റ്യൂഡിലെങ്ങാണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് അടുത്ത ലെവൽ പോകുന്നത്. അങ്ങോട്ട് ഫുള്ളും എന്താ പറയാ മൂടി കിടക്കണം. നമുക്ക് കാണുന്നേ ഇല്ല കേബിൾ കാർ ലൈൻസ് ഒന്നും. പിന്നെ അപ്പയും അമ്മയും ഈ കേബിൾ കാർ റൈഡിന് വന്നിട്ടില്ല കേട്ടോ. കാരണം ഓപ്പൺ ആയിട്ടുള്ള റൈഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ചാടി കയറാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവര് ഇത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഷിംബുലാക്ക് റിസോർട്ടിൽ അവിടെ സ്കൈ റിസോർട്ടിൽ പോകുന്നുണ്ട്. അവിടെ ഞങ്ങളിപ്പം നോക്കിയപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അത് ക്ലോസ്ഡ് ആയിട്ടുള്ള കേബിൾ കാറാണ്. അപ്പം അതാണ് കുറച്ചുകൂടെ അവർക്ക് സേഫ്. അതുകൊണ്ട് അവര് കയറിയിട്ടില്ല. ഞങ്ങൾ മാത്രമാണ് ഈ മേലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ. അതുകൊണ്ട് താഴെ അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും പൊക്കത്തി വന്നത്. ഇതുപോലെ തന്നെ ഇനി 2 റൗണ്ടും കൂടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇത് ഓപ്പൺ ആയതുകൊണ്ട് ചിലവർക്ക് ഇത് പേടിയാണ് കേട്ടോ. ഹൈറ്റ് ഒക്കെ പേടിയുള്ളവർക്ക് ചിലപ്പം ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് താഴോട്ടൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ട് തല കറങ്ങുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. കാരണം ഓപ്പൺ അല്ലേ. മറ്റേന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കേബിൾ കാറിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സേഫ്റ്റി തോന്നും കേട്ടോ. തണുപ്പ് കൂടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് തണുപ്പ് കൂടിയിട്ട് നിൽക്കാൻ പറ്റാതായി. കാരണം ഭയങ്കര നിങ്ങൾക്ക് കാണാമല്ലോ, നമുക്ക് അന്യോന്യം കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഭയങ്കര മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ പോകാന്ന് പറയുകയാണ്. പക്ഷെ അവര് 3 പേരും നന്നായി എൻജോയ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. നമുക്ക് സ്കേറ്റിംഗ് ഉണ്ട്. ആൾക്കാർ സ്കേറ്റിംഗ് ചെയ്യുന്നത് കാണാം. അയാൾ പോയി. ഇവിടുത്തെ വലിയ സ്കേറ്ററാണ്. അയാൾ പോയി. അടുത്ത ആൾ റെഡിയാകുവാണ് പോകാൻ വേണ്ടി. വണ്ടി അവർ ഫാമിലി കാണാൻ പോവാണ്. അതേപോലെ തന്നെ 2 പിള്ളേരും. അതിവിടെ ഒരു നിൽക്കുന്ന സ്ഥലമാണ്. അത് മഞ്ഞുമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ വന്ന വഴി. ഇപ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞിലായി കുളിച്ചിരിക്കുകയാണ്. ഇതാ റിയോണ് ഭയങ്കര ഹാപ്പിയാണ്. റിയോൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ
ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ജീവൻ വളരെ ഹാപ്പിയായിരുന്നു. ഞങ്ങളേതായാലും വിൻ്റർ ക്രോസ് എല്ലാം കഴിച്ച് കൊണ്ട് വന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്യാൻ പറ്റി. Try to run from me. This time you need to try to run from me when it's my turn. You need to run from me. അപ്പൊ ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ അങ്ങോട്ട് കയറിയ ഒരു ലുക്കേ അല്ല. ഇപ്പൊ ഒട്ടും വിസിബിൾ അല്ല, ഫുൾ മൂടൽമഞ്ഞൊക്കെ ആയിട്ട് മൂടി കിടക്കുകയാണ്. അപ്പൊ മേളില് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നമ്മുടെ വെതർ എന്ന് പറയുന്നത് -10 ഡിഗ്രി, ഫീൽസ് ലൈക്ക് -13 ഡിഗ്രി എന്നായിരുന്നു കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ജീവിതത്തിൽ ഇത്രയും -10 ഡിഗ്രി 13 ഡിഗ്രി ഒക്കെ ആദ്യമായിട്ടാണ്. But there's a smile upon your face, and I see something shimmering in your eyes. And they say if you want to glimpse the future, you need space. And you said you'll put down your morning guns. Would you follow me to wonders? Take my hand and walk beside me in a world. ഇപ്പൊ തന്നെ വീഡിയോ ഒത്തിരി ലെന്തായി. ബാക്കി കുറെ വീഡിയോസ് ഒക്കെ റിസോർട്ടിന് എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ആ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. അത്യാവശ്യമൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. റിസോർട്ടിനെ പറ്റിയൊക്കെ കുറച്ചൊക്കെ ഐഡിയ കിട്ടിക്കാണോന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ, ബൈ.